കോഴിക്കോട് അതിദരിദ്രർ ഇല്ലാത്ത ജില്ലയായി മാറുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. 5882 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരാകുന്നത് എന്ന സന്തോഷം നമ്മളെ തേടിയെത്തുകയാണ്. എന്നാണ് ജില്ല അതിദരിദ്രമുക്തമാകുന്ന എന്ന പ്രഖ്യാപനം വരുന്നത്? എന്തൊക്കെ ഇടപെടലുകളായിരുന്നു ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് പോകാൻ ജില്ലാ ഭരണകൂടം, സർക്കാർ അവിടെ കൈക്കൊണ്ടത്? മനു, ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ് വരാനിരിക്കുന്നത്. ഈ മാസം ഒക്ടോബർ 15-ന് കോഴിക്കോട് ജില്ല സമ്പൂർണ്ണ അതിദരിദ്രർ ഇല്ലാത്ത ജില്ലയായി പ്രഖ്യാപിക്കും. നവംബർ 1-നാണ് കേരളപ്പിറവി ദിനമായ നവംബർ 1-നാണ് കേരളം തന്നെ രാജ്യത്തിന് മാതൃകയായി അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടം നേടാൻ പോകുന്നത്. ഇത് കേവലം ഒരു പ്രഖ്യാപനമല്ല. കാരണം 4 വർഷം മുമ്പ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമെടുത്ത തീരുമാനം അതിദരിദ്രർ ഇല്ലാത്ത കേരളം, അതിദരിദ്രരെ കണ്ടെത്തുക എന്നതായിരുന്നു. അതിന് കൃത്യമായ സർവേ നടത്തി കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ ജില്ലയിലും എത്ര കുടുംബങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഭക്ഷണം, പാർപ്പിടം, അതേപോലെ തന്നെ ചികിത്സാ സഹായം, അത്തരം കാര്യങ്ങൾ ഏറ്റവും അടിസ്ഥാനമായ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുക, അതിനാവശ്യമായ സഹായങ്ങൾ നൽകുക, ഭക്ഷണം എത്തിച്ചു നൽകുക, ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു വലിയ പദ്ധതിയിലേക്ക് കടന്നത്. അത് 4 വർഷം പൂർത്തിയാകുന്നു. 4 വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് കേരളം ഒന്നടങ്കം തന്നെ എത്തുന്നത്. കോട്ടയം ജില്ല അതിദരിദ്രരില്ലാത്ത ജില്ലയായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മനു സൂചിപ്പിച്ച പോലെ തന്നെ 5882 കുടുംബങ്ങളാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരാകുന്നത്. ഇതിനകം തന്നെ 86.74, ഏകദേശം 10% ആളുകൾ മാത്രമാണ് ഇനി അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതരാകാനുള്ളത്. അതിൻ്റെ പ്രവർത്തനം തുടരുകയാണ്. വരുന്ന ഒരു 15 ദിവസത്തിനകം തന്നെ അത് പൂർത്തിയാക്കാനാകും. അതുകൊണ്ടാണ് ഒക്ടോബർ 15-ന് അതിദരിദ്രരില്ലാത്ത ജില്ലയായി കോഴിക്കോടിൻ്റെ പ്രഖ്യാപനം നടത്താൻ ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: 680 കുടുംബങ്ങളാണ് വീട് മാത്രം ആവശ്യമുള്ളവരായി ഉണ്ടായിരുന്നത്. ഇതിൽ 569 വീടുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തീകരിച്ചു. ബാക്കി വരുന്നവ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം 330 കുടുംബങ്ങളിൽ 241 കുടുംബങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല, അത് ലഭ്യമാക്കി. ഇവരിൽ 154 കുടുംബങ്ങൾ വീട് നിർമ്മാണം പൂർത്തീകരിച്ചു. ബാക്കി വരുന്നവരുടെ വീട് നിർമ്മാണം പല ഘട്ടങ്ങളിലായി ഇപ്പോൾ പൂർത്തിയാക്കാനിരിക്കുകയാണ്. അപ്പോൾ ഭൂരഹിതരും ഭവനരഹിതരുമായ 7 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റ് സമുച്ചയം നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം ഈ ഒക്ടോബർ 15-നകം വീടും ഭൂമിയും ഒന്നുമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വീട് പൂർത്തിയാക്കാൻ ഈ കാലതാമസം വരികയാണെങ്കിൽ അവർക്ക് മറ്റ് പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണം കൂടി, വീട് വാടകയ്ക്ക് എടുത്തു നൽകുന്ന അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 1069 കുടുംബങ്ങളിൽ 989 കുടുംബങ്ങളുടെ വീട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു. ആ നിലയിൽ 5682 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും കോഴിക്കോട് ജില്ല മുക്തമാക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും എല്ലാം സഹകരണത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയെ ഇത്തരത്തിലൊരു ചരിത്ര നേട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നവംബർ 1-ന് കേരളമാകെ തന്നെ രാജ്യത്തിന് മാതൃകയായി, രാജ്യത്ത് തന്നെ ആദ്യ സംസ്ഥാനമായി, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. അതിൻ്റെ ചൂട് പിടിച്ചു തന്നെയാണ് ഓരോ ജില്ലകളും ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി ഇത്തരം ബൃഹത് പ്രവർത്തനം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ലതീഷ. ലതീഷാണ് കോഴിക്കോട് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ല അതിദരിദ്രർ ഇല്ലാത്ത ജില്ലയായി മാറുന്നു. അതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകും. നവംബർ 1-ന് നമ്മുടെ കേരളം പിറന്ന ദിവസത്തിൽ നമ്മൾ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ ജില്ലകളിലും സജീവമായി തന്നെ അതിദരിദ്രരെ കണ്ടെത്തി അവരെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സർക്കാർ നേരിട്ട് കൊണ്ടുവരുന്നത്. 64,006 കുടുംബങ്ങളായിരുന്നു സംസ്ഥാനത്ത് അതിദരിദ്ര പട്ടികയിൽ ഉണ്ടായിരുന്നത്. അവരെ ഓരോരുത്തരായി ആ അവസ്ഥയിൽ നിന്ന് മാറ്റി അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം ഓർക്കുക, ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഇതുപോലൊരു പ്രവൃത്തി നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തു നോക്കൂ, വികസനം എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളും കൂറ്റൻ പാലങ്ങളും വലിയ റോഡുകളും മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കൂടി പരിഗണിക്കുക
എന്നതും കൂടിയാണ് എന്ന് ലോകത്തോട് പറയുകയാണ് നമ്മുടെ ഈ സർക്കാർ. അതിന്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.